സ്വാഗതം ടോപ് 10ലേക്ക്. വരാനിരിക്കുന്നത് ഏറ്റവും നല്ല വർഷമെന്ന ഏറ്റവും നല്ല ദിവസങ്ങളെന്ന പ്രതീക്ഷയിൽ പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും നമ്മൾ ഓരോരുത്തരും. പോയ വർഷം നൽകിയ നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും അതിലെ ഏറ്റവും നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരും വർഷം ഏറ്റവും നല്ലത് നമുക്കായി കരുതിയിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ നമുക്കൊക്കെ ലഭിക്കുന്ന ഒരു സെക്കൻഡ് ചാൻസായി ഈ ഒരു പുതുവർഷത്തെ 2026 നമുക്ക് വരവേൽക്കാം. യഥാർത്ഥത്തിൽ ഈ പുതുവർഷം 2026 കിരിബാത്തി ദ്വീപിലൊക്കെ എത്തിക്കഴിഞ്ഞു. അവിടെ നിന്നിങ്ങോട്ട് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ അങ്ങനെ ഓരോ രാജ്യങ്ങളിലായി പുതുവർഷത്തെ വരവേൽക്കുകയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ടൈം സോണിൽ നിന്ന് കണക്കാക്കുമ്പോൾ 2025 ഇനിയും 2 മണിക്കൂറിൽ താഴെ ബാക്കിയാണ്. എന്തായാലും 2025 ഈ അവസാന പകലിലും വാർത്തകൾക്കൊട്ടും കുറവുണ്ടായില്ല. വിശദമായ റിപ്പോർട്ടുകളും ഒക്കെ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പുതുവർഷത്തെ വരവേറ്റ് ലോകം. 2026 ആദ്യ കിരണങ്ങൾ കിരിബാത്തിയിൽ. അവസാനമെത്തുക അമേരിക്കയിലെ ബേക്ക ഹൗലാൻഡ് ദ്വീപുകളിൽ. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി രാജ്യം. ആഘോഷങ്ങൾ കനത്ത സുരക്ഷയിൽ. തദ്ദേശ തിരഞ്ഞെടുപ്പ് പരാജയം ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFന്റെ അടിത്തറ തകർന്നിട്ടില്ലെന്നും തിരുത്തൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നും ബിനോയ് വിശ്വം. CPI ചതിയൻ ചന്തുവെന്നും എല്ലാം നേടിയിട്ട് സർക്കാരിനെ തള്ളിപ്പറയുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ. ചതിയൻ ചന്തു എന്ന തൊപ്പി 1000 വട്ടം ചേരുന്നത് വെള്ളാപ്പള്ളിക്ക് തന്നെയെന്ന ബിനോയ് വിശ്വം. LDFന് മാർക്കിടാൻ ആരും ഏൽപ്പിച്ചിട്ടില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി. മതരാഷ്ട്രം എന്ന സങ്കല്പം ഗുരുനിന്ദയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരുദേവ ദർശനങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുവെന്നും ജാതിയുടെയോ മതത്തിൻ്റെയോ അതിരുകൾക്കുള്ളിൽ ഗുരുവിനെ തളച്ചിടാനുള്ള ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി. ബുൾഡോസർ രാജ് വിവാദങ്ങൾക്കിടെ ശിവഗിരിയിൽ വേദി പങ്കിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ SIT അന്വേഷണം കൂടുതൽ രാഷ്ട്രീയ തലങ്ങളിലേക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടാൻ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും. പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ. സ്വർണ്ണക്കൊള്ളയുമായി D മണിക്ക് ബന്ധമുണ്ടോ എന്നതിൽ ഇനിയും തെളിവില്ല. പ്രതിരോധ രംഗത്ത് നിർണായക നേട്ടവുമായി ഇന്ത്യ. 2 പ്രളയ മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ച് DRDO. നടന്നത് ഒരേ ലോഞ്ചറിൽ നിന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തുടർച്ചയായി മിസൈലുകൾ തൊടുക്കുന്ന സാൽവോ വിക്ഷേപണം. തലസ്ഥാനത്തെ ഇലക്ട്രിക് ബസ് സർവീസിൽ മേയർ മന്ത്രി തർക്കം മുറുകുന്നു. ഈ ബസ് പൂർണ്ണമായും കേന്ദ്ര പദ്ധതിയല്ലെന്നും കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിനകം തിരികെ നൽകുമെന്നും KSRTCയുടെ സ്ഥലത്ത് വണ്ടിയിടാൻ അനുവദിക്കില്ലെന്നും മന്ത്രി ഗണേഷ് കുമാർ. കരാർ ലംഘനമുണ്ടെന്നും ബസ്സിടാൻ കോർപ്പറേഷന് വേറെ സ്ഥലമുണ്ടെന്നും തൽക്കാലം വാശി കാണിക്കാനില്ലെന്നും മന്ത്രിക്ക് മറുപടിയുമായി മേയർ VV രാജേഷ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ്. അപകടത്തിൽ പരിക്കേറ്റ് മുറിവിൽ തുന്നലിട്ട നീർക്കുന്നം സ്വദേശിയായ യുവാവിന്റെ കാലിൽ നിന്ന് 4 മാസത്തിനു ശേഷം പുറത്തെടുത്തത് കുപ്പിച്ചില്ലിന്റെ അവശിഷ്ടം. വിജയ് ഹസാരെ ട്രോഫിയിലെ ആവേശ പോരാട്ടത്തിൽ 2 വിക്കറ്റിന് രാജസ്ഥാനെ തോൽപ്പിച്ചു കേരളം. 344 റൺസ് വിജയലക്ഷ്യം മറികടന്നത് അവസാന പന്തിൽ. വിജയം ഏതൻ ആപ്പിൾ ടോമിന്റെ വെടിക്കെട്ട് ബാറ്റിംഗിൽ. ബാബ അപരാജിന് 126 റൺസ്. കുട്ടനാടൻ താറാവുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ തദ്ദേശീയ താറാവിനം പദവി. രാജ്യത്തെ 7ാമത്തെ നാടൻ താറാവായ അംഗീകാരം നൽകിയത് നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക്സ് റിസോഴ്സസ്. സ്റ്റോറി ഓഫ് ദ ഡേ. സുമനസ്സുകളുടെ സഹായം തേടി മായാണ്ടി.
ലോകത്ത് പുതുവർഷം പിറന്നു. ആദ്യം വരവേറ്റത് പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ കിരിബാത്തിയാണ്. ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് 3:30 ഇവിടെ പുതുവത്സരം പിറന്നത്. ഇന്ത്യൻ സമയം 4:30 ന്യൂസിലാൻഡിലും പുതുവർഷമെത്തി. പിന്നാലെ ഓസ്ട്രേലിയ, ജപ്പാൻ, ചൈന ഈ രാജ്യങ്ങളൊക്കെ പുതുവർഷത്തെ വരവേറ്റു. ഈ ടൈം സോണിലെ മാറ്റങ്ങളനുസരിച്ച് ഓരോ രാജ്യങ്ങളായി പുതുവർഷം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാൻ ഏതാണ്ട് 2 മണിക്കൂറിൽ താഴെ സമയമുണ്ട്. വളരെ വർണ്ണാഭമായ ചടങ്ങുകളാണ്, നിമിഷങ്ങളാണ് ലോകമെങ്ങും. നിറഞ്ഞ സന്തോഷത്തോടെ 2026 വരവേൽക്കുകയാണ് ലോകം. പുതുപ്രതീക്ഷകളോടെ 2026 വരവേറ്റു ലോകം. പസഫിക് ദ്വീപ് രാഷ്ട്രമായ കിരിബാത്തി ദ്വീപിലാണ് 2026 സ്വാഗതം ചെയ്ത ലോകത്തെ ആദ്യ സ്ഥലം. ഹവായിക്ക് തെക്ക് കിഴക്കായും ഓസ്ട്രേലിയക്ക് വടക്ക് കിഴക്കായും സ്ഥിതി ചെയ്യുന്ന പസഫിക് സമുദ്രത്തിലെ കിരിബാത്തി രാജ്യത്തിന്റെ ഭാഗമാണ് ഈ ദ്വീപ്. ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് 3:30 ഇവിടെ പുതുവത്സരം പിറന്നത്. 1995 കിരിബാത്തി സർക്കാർ അന്താരാഷ്ട്ര ദിനാങ്കരേഖയിൽ വരുത്തിയ മാറ്റമാണ് ഈ രാജ്യത്തെ ലോകത്തെ ആദ്യ പുതുവർഷാഘോഷ കേന്ദ്രമാക്കി മാറ്റിയത്. തൊട്ടു പിന്നാലെ ഇന്ത്യൻ സമയം 4:30 ന്യൂസിലൻഡിലെ ചാതും ദ്വീപിലും പ്രധാന നഗരമായ ഓക്ലൻഡിലും പുതുവർഷമെത്തി. നഗരത്തിലെ സ്കൈ ടവറിൽ നടന്ന മനോഹരമായ വെടിക്കെട്ടോടെയാണ് ന്യൂസിലൻഡ് ജനത 2026 വരവേറ്റത്. കൗണ്ട് ഡൌണിന് പിന്നാലെ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത ഈ കാഴ്ച കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് നഗരമധ്യത്തിൽ ഒത്തുകൂടിയത്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലും പുതുവർഷത്തെ വരവേറ്റു. പിന്നാലെ മണിക്കൂറുകളുടെ ഇടവേളയിൽ ജപ്പാൻ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ, ചൈനയിലുമൊക്കെ വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് പുതുവർഷത്തെ വരവേറ്റത്. ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 ആയിരിക്കും UK-യിലെ പുതുവർഷാഘോഷം. ലോകരാജ്യങ്ങളെല്ലാം ചുറ്റിക്കണ്ട് അവസാനം പുതുവർഷം എത്തുന്നത് US-ലായിരിക്കും. രാവിലെ 10:30 അമേരിക്കൻ പുതുവർഷം. ഏറ്റവും അവസാനം പുതുവർഷം എത്തുക അമേരിക്കയിലെ ജനവാസമില്ലാത്ത ബേക്കർ ദ്വീപ്, ഹൗലാൻഡ് ദ്വീപ് എന്നിവിടങ്ങളിലാണ്. നാളെ ഇന്ത്യൻ സമയം 5:30 ഇത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. വർണ്ണവിസ്മയമൊരുക്കി 2026 ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ രാജ്യവും സംസ്ഥാനവും ഒക്കെ. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ക്രിസ്മസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ ആണെങ്കിലും ഒക്കെ ഒരു ആഘോഷ തിമിർപ്പിൽ അമരുന്നത്. കർശനമായ സുരക്ഷാ നിയമങ്ങളൊക്കെ പാലിക്കണമെന്ന നിർദ്ദേശം അടക്കമുണ്ട്. ഇത്തവണ 2 ഇടത്താണ് ഈ പാപ്പാഞ്ഞി കത്തിക്കുന്ന ചടങ്ങുകളൊക്കെ നടക്കുന്നത്. എന്തായാലും ആളുകളെയൊക്കെ നിയന്ത്രിക്കാൻ ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് ഈ പുതുവത്സരാഘോഷത്തിന് ആളുകൾ ഒഴുകിയെത്തുന്നത് അല്ലെങ്കിൽ പുറത്തിറങ്ങി ക്രിസ്മസ് ആഘോഷിക്കുന്നത് കൊച്ചിയിലാണെന്ന് പറയാം. പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിൽ ഈ പ്രായഭേദമില്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ ഒറ്റയ്ക്കെന്നോ കുടുംബമെന്നോ ഒക്കെ ഒരു വ്യത്യാസമില്ലാതെ ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ മറ്റു ജില്ലകളിൽ നിന്നടക്കം ഈ കൊച്ചിയിലെ ആഘോഷങ്ങൾക്ക് എത്താറുണ്ട്. നമുക്ക് അവിടുത്തെ ഒരു വൈബൊക്കെ ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ കുട്ടികളൊക്കെയാണ് ഈ ഒരു വൈബ്, ഈ ഒരു തരംഗം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2 പാപ്പാഞ്ഞിയാണ് ഒരുപക്ഷെ ഇത്തവണ കൊച്ചിയിൽ കത്തിക്കുന്നത്. കാരണം അത്രയ്ക്കും ആളുകൾ വന്നു കൂടും. ഒരുപക്ഷെ ഒരു പരിധിവരെ സുരക്ഷാ കാരണങ്ങളൊക്കെ മുൻനിർത്തി തന്നെയാണ് ഈ 2 ഇടത്തായി പാപ്പാഞ്ഞി കത്തിക്കുന്ന ചടങ്ങുകളും ആഘോഷങ്ങളുമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു സ്ഥലത്താണെങ്കിൽ കൂടുതൽ ആളുകൾ അങ്ങ് അവിടത്തേക്ക് തള്ളി വന്നെത്തുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ വലിയൊരു തിരക്കുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായെങ്കിലും എന്ന് കരുതി 2 ഇടത്തായിട്ടാണ് ഇത്തവണ കൊച്ചിയിൽ പാപ്പാഞ്ഞി കത്തിക്കുന്നത്. ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് കൊച്ചിയിലെ ആഘോഷങ്ങളെല്ലാം എപ്പോഴും നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. നമ്മുടെ പുതുതലമുറ ജെൻസിയെല്ലാം ആ ഒരു വൈബിലേക്ക്, ക്രിസ്മസ് പുതുവത്സരത്തിൻ്റെ ഒരു വൈബിലേക്ക്, ക്രിസ്മസിന് പിന്നാലെ വരുന്ന ഒരു പുതുവർഷം ശരിക്കും ഒരു കാത്തിരിപ്പാണ്. ക്രിസ്മസിന് ശേഷം പുതുവത്സരം വരെ ആഘോഷം തന്നെയാണ്. പുതുവർഷത്തെ 2026 എന്താണ് തങ്ങൾക്ക് സമ്മാനിക്കുന്നത് എന്ന് അറിയാനുള്ള ആ ഒരു കാത്തിരിപ്പ്. എന്തായാലും ആഘോഷങ്ങളും നൃത്തവും പാട്ടും ഗാനവും ഒക്കെയായി അടിച്ചു പൊളിക്കുകയാണ് കൊച്ചി.
കൊച്ചിയിലെ ആഘോഷങ്ങൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് എത്താം. തിരുവനന്തപുരത്തെ ഹിരൺമയിയുടെ ഗാനമേളയാണ്. പഴയ പാട്ടുകളൊക്കെ എടുത്ത് പ്രയോഗിക്കുകയാണ് പുള്ളിക്കാരി. തലസ്ഥാന നഗരിയിലേക്ക് എത്തിയാൽ നമുക്കറിയാം, പൊതുവെ നമുക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ഒരു വർണ്ണ വിസ്മയവും ഒപ്പം പുതുവർഷ വൈബും ഒക്കെ നമുക്ക് ഒരുപാടുണ്ട്. ആതിരയിലേക്ക് പോവുകയാണ്. ആതിര, തലസ്ഥാന നഗരിയിൽ കൊച്ചിയിൽ നിന്ന് ഒട്ടും പിന്നിലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ കനകക്കുന്നിലെ പുഷ്പമേള അലങ്കാരങ്ങൾ ആ ഒരു സ്ഥലമുണ്ട്. പ്രധാനമായും കോവളത്ത് തിരുവനന്തപുരത്തെ ആഘോഷങ്ങൾ കേന്ദ്രീകരിക്കാറുണ്ട്. ഒപ്പം ഈ കുടുംബ കൂട്ടായ്മകളും ആഘോഷങ്ങളും അടക്കം നമ്മൾ നേരത്തെ കണ്ടതാണ്, നിരവധിയാണ്. എന്താണ് തിരുവനന്തപുരത്തെ ഒരു പുതുവർഷത്തെ സ്വീകരിക്കാനുള്ള ഒരു വൈബ്? അങ്ങനെ 2025 ബൈ ബൈ പറഞ്ഞ് 2026 ചുവട് വയ്ക്കുകയാണ്. തലസ്ഥാന നഗരമൊക്കെ തന്നെ ആ ഒരു ന്യൂ ഇയർ വൈബിലാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ആണ്, കോവളത്തുള്ള. ഇവിടെ മൊത്തം അങ്ങനെ ന്യൂ ഇയറിന്റെ വൈബിലേക്കാണ് ആളുകളൊക്കെ തന്നെ. ചെറിയ കുട്ടികളും വലിയവരും ഉൾപ്പെടെയുള്ള യുവാക്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ആ ന്യൂ ഇയറിന്റെ ആവേശത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. 2026 എല്ലാവരും വരവേൽക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഏതായാലും എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നതിന് പരിമിതിയുണ്ട്. കാരണം അത്രത്തോളം ഒരു ആവേശത്തിലൊക്കെ തന്നെ ലയിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഏതായാലും കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം നഗരം ന്യൂ ഇയറിനെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് ഏതായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ആഘോഷമൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എല്ലാം അവിടെ മാറ്റിവെച്ച് അവിടുത്തെ നന്മയെ മാത്രം എടുത്തുകൊണ്ട് നിലവിലേതായാലും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിലൊട്ടാകെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത്രത്തോളം ആഘോഷത്തോടെ ഇതിലിപ്പോ ജെൻസി ആണെന്നോ 2K കിട്ടാണെന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാ ജനറേഷനിലുമുള്ളവർ, എല്ലാ പ്രായത്തിലുമുള്ളവരൊക്കെ തന്നെ ആ ന്യൂ ഇയറിന്റെ ആഘോഷത്തിലേക്കൊക്കെ തന്നെ എത്തിയിരിക്കുകയാണ്. നിലവിലേതായാലും ന്യൂ ഇയർ അങ്ങനെ പൊടിക്കുകയാണ്. കൃത്യം 12 മണിക്ക് തിരുവനന്തപുരത്ത് പാപ്പാജിയെ കത്തിക്കും. കൊച്ചിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി കൊച്ചിയിൽ മാത്രമല്ല, ആദ്യമായിട്ട് തിരുവനന്തപുരത്തും പാപ്പാജിയെ കത്തിക്കുന്ന ചടങ്ങൊക്കെ തന്നെ ആരംഭിക്കുകയാണ്. ഏതായാലും തിരുവനന്തപുരം അതിന്റെ വൈബിലാണ് എന്ന് നമുക്കിപ്പോൾ നിലവിൽ മനസ്സിലാക്കാം. തീർച്ചയായും അത് തന്നെയാണ് ഇത്തവണ എടുത്തു പറയേണ്ടത്. അത് തന്നെയാണ് തലസ്ഥാന നഗരിയിൽ ഇവിടെയും പാപ്പാജിയെ കത്തിക്കുന്ന ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെയുണ്ട്. നമ്മൾ ആതിരയുടെ റിപ്പോർട്ട് കണ്ടതാണ്. വലിയൊരു വൈബിൽ തന്നെയാണ് തിരുവനന്തപുരവും. ഒപ്പം കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ, കോഴിക്കോട് നിന്നുള്ള പുതുവത്സരാഘോഷങ്ങളുടെ ഒരു വൈബ് നമുക്കറിയാം. അവിടെ നിന്നും രാകേഷാണ് ചേരുന്നത്. രാകേഷ്, കോഴിക്കോടും അത്ര കുറവൊന്നുമല്ല ആഘോഷങ്ങളെന്നറിയാം. പ്രധാനമായും ബീച്ച് പരിസരം കേന്ദ്രീകരിച്ചാണല്ലോ ഈ ആഘോഷങ്ങളെല്ലാം. എങ്ങനെയാണ് ആളുകളുടെ ഒരു ആവേശം? പുതുവർഷത്തിൽ പ്രതീക്ഷകളൊക്കെ എന്തൊക്കെയാണ് ഇവരുടെ? സ്വപ്ന, പുതുവത്സരത്തെ വരവേൽക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം എന്ന് തന്നെ പറയാം. കോഴിക്കോട് ബീച്ചും ഇത്തരത്തിൽ പുതുവത്സരത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. നിരവധി ആളുകളാണ് കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഏതൊരാഘോഷവും നടക്കുമ്പോൾ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ബീച്ച് എന്ന് പറയുന്നത് ഒരു പ്രധാന ആഘോഷ കേന്ദ്രമാണ്. ഒപ്പം തന്നെ മാനാഞ്ചിറ, ഇത്തരത്തിൽ നിരവധി ആളുകളാണ് കാപ്പാട് ബീച്ച്, കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. പോലീസും ജില്ലാ ഭരണകൂടവും വലിയ തരത്തിലുള്ള യാതൊരു നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പൊതുവെ ഗതാഗത കുരുക്കൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ വലിയ സമയം ഏറുന്ന പരിപാടികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല. അതേസമയം ബീച്ചിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്കിംഗ് അല്പം അകലെയാണ് എന്നുള്ളതാണ്. അതായത് ബീച്ച് സ്വതന്ത്രമായ ആളുകൾക്ക് പുതുവത്സരം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യമാണ് ജില്ലാ ഭരണകൂടവും പോലീസും ഒരുക്കിയിട്ടുള്ളത്. വലിയ പൊതുപരിപാടികളൊന്നും തന്നെ കോഴിക്കോട് നടക്കുന്നില്ല. അതേസമയം ിലും ക്ലബ്ബുകളിലുമായി നിരവധി തരത്തിലുള്ള ന്യൂ ഇയർ ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് പുതുവത്സരത്തെ വരവേൽക്കാനുള്ളത്. ഒരു പ്രതീക്ഷയുടെ പൊൻപുലരി കണ്ടുണരാനാകണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കോഴിക്കോട്ടുകാരും. കോഴിക്കോട് നിന്ന് രാകേഷാണ് ആഘോഷരാവിൻ്റെ വിവരങ്ങളുമായി ചേർന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പുതുവത്സര ആശംസകൾ നേർന്നിട്ടുണ്ട്. പ്രതീക്ഷയുടെ തിളക്കമുള്ള സ്വപ്നങ്ങൾ വഹിച്ചുകൊണ്ട് പുതുവർഷം എത്തിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ടതും ദീപ്തവുമായ ഒരു കാലം എത്തിച്ചേരുമെന്ന പ്രത്യാശയുടെ കിരണങ്ങളാണ് പുതുവത്സരാഘോഷങ്ങൾക്ക് നിറവേകുന്നത്. പരസ്പര സ്നേഹത്തിൻ്റെയും മൈത്രിയുടെയും ഉദാത്ത മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കരുതലോടെ നമുക്കും ഈ ആഘോഷങ്ങളിൽ പങ്കുചേരാമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആശംസ.
ഈ ആഘോഷങ്ങളെല്ലാം നടക്കുമ്പോഴും രാജ്യം വളരെ വലിയൊരു ജാഗ്രതയിൽ തന്നെയാണ്. നമുക്ക് അറിയാം, പഹൽഗാം ആക്രമണമടക്കം നമ്മുടെ മുന്നിലുണ്ട്. പറഞ്ഞതുപോലെ അതിനുശേഷമുണ്ടായ ഈ അസംസ്കൃത വസ്തുക്കളടക്കം, ബോംബുണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളടക്കം പിടികൂടിയത് പലയിടത്തു നിന്ന് ഏതാണ്ട് 2500 കിലോയോളമുള്ള അസംസ്കൃത വസ്തുക്കളടക്കം ബോംബിങ്ങിനുള്ള വസ്തുക്കൾ പിടികൂടിയതെല്ലാം നമ്മൾ കണ്ടതാണ്. സമാനമായി ഇന്നിപ്പോൾ രാജസ്ഥാനിൽ സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ ഒരു കാർ പിടികൂടിയിട്ടുണ്ട്. യൂറിയ വളത്തിൻ്റെ ചാക്കിലൊക്കെ ഒളിപ്പിച്ച നിലയിലാണ് ഏതാണ്ട് 150 കിലോഗ്രാം അമോണിയം നൈട്രേറ്റും സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന 1200 മീറ്റർ ഫ്യൂസ് വയറും 200ഓളം ബാറ്ററികളുമാണ് പോലീസ് പിടിച്ചെടുത്തത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട 2 പേർ അറസ്റ്റിലായി. ബുന്ദിയിൽ നിന്ന് ടോങ്കിലേക്ക് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നുവെന്ന വിവരം ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് ഈ വാഹനം തടഞ്ഞ് ഇവയെല്ലാം പിടിച്ചെടുത്തത്. 2005 അവസാന പകലിലെ മറ്റ് ചില പ്രധാന വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങളുമായി സത്യസന്ധമായി ആശയവിനിമയം നടത്തണം. ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളും അതാരായാലും തെറ്റിതിരുത്തൽ നടപടികൾ അതാത് സമയം ഉടനുടൻ നടത്തണം. ഭരണപക്ഷത്തെ ശക്തമായ തിരുത്തൽ പക്ഷത്തിൻ്റെ CPIയുടെ ശബ്ദമാണ് ഇതെല്ലാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF-നേറ്റ പരാജയം തുറന്നു സമ്മതിക്കാൻ CPM നേതൃത്വം വിസമ്മതിക്കവേ എന്തുകൊണ്ട് ജനങ്ങൾ വിചാരണ ചെയ്തുവെന്ന ചോദ്യം ഉയർത്തുകയാണ് CPI നേതൃത്വം. തിരഞ്ഞെടുപ്പ് ഫലം മുന്നറിയിപ്പ് എന്ന CPIക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ CPM-ന് ഇനിയും നേരം വെളുക്കാൻ വൈകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. സർക്കാരിൻ്റെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ എന്ന സ്ലോഗനിലൊക്കെ ഈ പരാജയം മറച്ചുവെക്കാനുള്ള തത്രപ്പാടിലാണ് CPM. പക്ഷേ ആരെ ബോധ്യപ്പെടുത്താനാണോ ഈ പ്രയത്നങ്ങൾ നടത്തുന്നത്, ആ ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. സർക്കാർ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചെന്ന് വിശദീകരിച്ച് CPM നേതൃത്വം പരാജയം മറച്ചുവെക്കുവാൻ ശ്രമിക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് ഉണ്ടായതെന്നും ജനങ്ങളിൽ നിന്ന് നേതൃത്വം പാഠം പഠിക്കേണ്ടത് അനിവാര്യമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നു പറഞ്ഞു. പരാജയം ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പെന്നും തലതാഴ്ത്തി പിടിച്ച് അംഗീകരിക്കുന്നുവെന്നും CPI സംസ്ഥാന സെക്രട്ടറി സമ്മതിച്ചു. ഞങ്ങൾ കാണുന്നത് ഈ പരാജയത്തെ ചരിത്രത്തിൻ്റെ അവസാനമായിട്ടല്ല, കാലത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് കാണുകയാണ്. ജനങ്ങൾ തന്ന ഒരു മുന്നറിയിപ്പായി ഞങ്ങളതിനെ കാണുന്നു. ആ മുന്നറിയിപ്പിനെ അതിൻ്റെ എല്ലാ ആദരവോടുകൂടി കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മടിയില്ല. തിരുത്തൽ വരുത്തി LDF-നെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളിലാണ് CPI നേതൃത്വം. ഇതിന്റെ ഭാഗമായി ജനങ്ങളിൽ നിന്ന് പാഠം പഠിക്കുവാൻ ജനുവരി 15 മുതൽ 31 വരെ ഭവന സന്ദർശനം നടത്തുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു. ഞങ്ങൾ സ്വയം ചോദിക്കും, എന്തുകൊണ്ട് ജനവിധി ഇങ്ങനെയായി എന്ന്. അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായി ഞങ്ങൾ ശ്രമിക്കും. കണ്ടുപിടിച്ചാൽ തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഞങ്ങൾ തിരുത്തും. തെറ്റുകൾ തിരുത്തൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗുണമാണ്. ആർജനം കമ്മ്യൂണിസ്റ്റുകാർക്കേ ഉള്ളൂ. വലതുപക്ഷം ഒരിക്കലും ആർജനം കാണിച്ചിട്ടില്ല. വീണാൽ അവർ പറയും അത് വീഴ്ചയല്ല, വിദ്യയാണെന്ന്. ഞങ്ങൾ പറയും വീണാൽ അത് വീഴ്ചയാണെന്ന് പറയും. എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചത് ചോദിക്കും. ഞങ്ങൾ ആ വീഴ്ചയെ തിരുത്തും. ആ വീഴ്ചയെ തിരുത്തിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും, ഞങ്ങൾ മുന്നേറും. തോൽവി സംബന്ധിച്ച് CPI നേതൃത്വത്തിനെതിരെ വിമർശനമെന്ന രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് കേവലമായ കഥകൾ മാത്രമാണ്. വിമർശനങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമാകില്ല. യഥാർത്ഥ വിശ്വാസികളുമായി CPI കൈകോർക്കുമെന്നും ശബരിമല സ്വർണ്ണപ്പാളി അപഹരിച്ച കേസിൽ SIT അന്വേഷണം മുന്നോട്ടു പോകട്ടെയെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPM-നെതിരെ ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്കെതിരെയൊക്കെ CPI ഉയർത്തുന്ന വിമർശനങ്ങളിൽ വല്ലാത്ത അസ്വസ്ഥതയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അതിന്ന് പരസ്യ പ്രതികരണമായി പുറത്തു വരികയും ചെയ്തു. ബ്രൂട്ടസെ നീയുമോ എന്ന് CPIയോട് ചോദിക്കേണ്ട അവസ്ഥയാണ് CPM-നെന്നാണ് വെള്ളാപ്പള്ളിയുടെ വേദന. ഒന്ന് മലയാളീകരിച്ചാൽ വെള്ളാപ്പള്ളിയുടെ ഭാഷയിൽ CPI ചതിയൻ ചന്തുവാണ്. 10 വർഷം കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഒടുവിൽ തള്ളിപ്പറയുന്ന ചന്തു. ആരെന്തൊക്കെ പറഞ്ഞാലും വെള്ളാപ്പള്ളി നടേശന് ഒരു കാര്യം ഉറപ്പാണ്, മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിലെത്തുമെന്ന്.
ഉരുളയ്ക്കുപ്പേരി പോലെ ബിനോയ് വിശ്വത്തിന്റെ മറുപടിയും ഇന്നെത്തി. ചതിയൻ ചന്തു എന്ന തൊപ്പി അത് പറഞ്ഞയാൾക്കാണ് 1000 വട്ടം ചേരുകയെന്നാണ് CP സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത്. വെള്ളാപ്പള്ളി LDFന്റെ മുഖമല്ല. എന്തായാലും സർക്കാരിനോ മുന്നണിയിലെ കക്ഷികൾക്കോ മാർക്കിടാൻ വെള്ളാപ്പള്ളി ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നും തുറന്നടിച്ചു ബിനോയ് വിശ്വം. താനായിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളിയെ കണ്ടാൽ കാറിൽ കയറ്റില്ല എന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, ഈ പറഞ്ഞ ആളെയും അറിയാം. ഈ പറഞ്ഞ ആളുടെ നാക്കിൽ നിന്ന് ആ പേര് വീണെങ്കിൽ, ചതിയൻ ചന്തു എന്ന പേര് വീണെങ്കിൽ, ആ തൊപ്പി 1000 വട്ടം വിളങ്ങും ആ തലയ്ക്ക്. ഈ തലയ്ക്ക് തീ ചേരില്ല. CPI തലയ്ക്ക് ആ തൊപ്പി ചേരില്ല. ആ തൊപ്പി ആ തലയ്ക്കേ ചേരൂ. ആരായാലും ഒപ്പം മാധ്യമങ്ങളുടെ ചില ചോദ്യങ്ങളോട് വല്ലാതെ ചൊടിക്കുകയും ചെയ്തു വെള്ളാപ്പള്ളി നടേശനെന്ന്. മലപ്പുറം പ്രസ്താവന സംബന്ധിച്ച ചോദ്യങ്ങളോട് വളരെയധികം ക്ഷുഭിതനായി അദ്ദേഹം. മലബാറിൽ മലപ്പുറം, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം തങ്ങൾക്കില്ല. ഈ ദുഃഖം താനൊന്ന് പറഞ്ഞുപോയി എന്ന് പ്രതികരിച്ച വെള്ളാപ്പള്ളി മലപ്പുറത്ത് സ്കൂൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നത് സത്യമല്ലേ എന്നും മാധ്യമങ്ങളോട് ചോദിച്ചു. തുടർന്ന് ഇക്കഴിഞ്ഞ 9 വർഷം പിണറായി വിജയൻ സർക്കാർ അതിന് അനുവാദം തന്നില്ലേ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹം പ്രകോപിതനായത്. എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളാന്ന് പറഞ്ഞു. മലപ്പുറത്ത് നിന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരം സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങുന്ന സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത്? മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്, അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടർ മതരാഷ്ട്രമെന്ന സങ്കല്പം ഗുരുനിന്ദയെന്നും ഗുരുദേവ ദർശനങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 93ാമത് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശിവഗിരി മഠത്തിന് കർണാടകയിൽ 5 ഏക്കർ ഭൂമി നൽകുമെന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും അറിയിച്ചു. ഒരു മതത്തിൻ്റെ രാഷ്ട്രമെന്ന സങ്കല്പം പല മതസാരവുമേകം എന്ന് പഠിപ്പിച്ച ഗുരുവിൻ്റെ വചനങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടില്ല എന്ന് പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ല. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സങ്കോചം വരുന്നെങ്കിൽ അത് ഒരു പ്രത്യേക മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രം വേണം എന്ന് വാദിക്കുന്നതിനൊപ്പമുള്ള ഗുരുനിന്ദ തന്നെയാവും. ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ തടവറയ്ക്കുള്ളിൽ ഗുരുവിനെ തളച്ചിടാനുള്ള ഗൂഢശ്രമങ്ങൾക്കെതിരെ നാം ജാഗ്രത പാലിക്കണമെന്നും ഐതിഹ്യങ്ങളെയും കൽപ്പിത ഭാവനകളെയും ചരിത്ര സത്യങ്ങളായി അവതരിപ്പിക്കുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ. യുക്തിചിന്തയെയും സ്വാതന്ത്ര്യത്തെയും ചങ്ങലക്കിടുകയാണ് ലക്ഷ്യം. ഇത് സാംസ്കാരിക ഫാസിസത്തിൻ്റെ ദൗത്യമാണ്. അതിനാൽ ഗുരുവിൻ്റെ പ്രസക്തി ഈ കാലത്തും ഏറി വരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. അധികാരം കയ്യിലുള്ള പലരും അശാസ്ത്രീയവും അസംബന്ധജടിലവുമായ കാര്യങ്ങൾ പഠിപ്പിച്ച് കുട്ടികളെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇവിടെ ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് പരമപ്രാധാന്യം നൽകുന്നതെന്നതും കാണേണ്ടതാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിശിഷ്ടാതിഥിയായിരുന്നു. ശിവഗിരി മഠത്തിന് കർണാടകയിൽ 5 ഏക്കർ ഭൂമി നൽകുമെന്ന് സിദ്ധരാമയ്യ പറഞ്ഞു. The government recently taken a decision to grant 5 acres of land to Narayan Guru Mutt. ബുൾഡോസർ രാജ് വിവാദങ്ങൾക്കിടെയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും പിണറായി വിജയനും ഒരേ വേദിയിലെത്തിയത്. കർണാടക മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയം താൻ കൂടി വേണ്ടതാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനു മുമ്പ് വേദി വിട്ടത് മന്ത്രിസഭായോഗം ഉള്ളതിനാലാണെന്നും വ്യക്തമാക്കി. പ്രസംഗത്തിന് ശേഷം സിദ്ധരാമയ്യയ്ക്ക് ഉപഹാരം നൽകിയാണ് മുഖ്യമന്ത്രി വേദി വിട്ടത്. ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിച്ചു. മന്ത്രി VN വാസവൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അടൂർ പ്രകാശ് MP, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, ഗോകുലം ഗോപാലൻ, BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം ഇന്നിപ്പോൾ രംഗത്തെത്തി. കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ. പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നടത്തിയ ഡൽഹി യാത്രകളുടെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ്. ഒരു ദിവസത്തെ കസ്റ്റഡിയാണ്. അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ പോറ്റിയുടെ മൊഴി ഏറെ നിർണായകമാകും. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഉന്നതരുടെ പങ്ക് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് കടകംപള്ളി സുരേന്ദ്രനും PS പ്രസാദിനും ശേഷം UDF കൺവീനർ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നടത്തിയ ഡൽഹി യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനാണ് ചോദ്യം ചെയ്യൽ. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അടൂർ പ്രകാശും ഒപ്പമുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ഒപ്പമുള്ള ചിത്രം പുറത്തു വന്നപ്പോൾ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരാളുമായുള്ള ബന്ധം എന്നു മാത്രമായിരുന്നു അടൂർ പ്രകാശിന്റെ വിശദീകരണം. അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാകും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുക. കസ്റ്റഡിയിൽ വാങ്ങിയ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ച സ്വർണം എവിടെ വിറ്റഴിച്ചു എന്നത് സംബന്ധിച്ച് തുമ്പുണ്ടാക്കാനാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മൊഴിയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യക്തത വരുത്തും. അതേസമയം MS മണിയെ ചോദ്യം ചെയ്തതിൽ നിന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചില്ല. D മണിയെ പറ്റി വ്യവസായി നൽകിയ മൊഴിയിൽ തുടരന്വേഷണം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ LDF നേതാക്കളിൽ നിന്നും UDF നേതാക്കളിലേക്ക് ശബരിമല സ്വർണ്ണക്കടത്തിലെ ചോദ്യം ചെയ്യൽ എത്തുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടൽ അന്വേഷിക്കണമെന്ന BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അനുവാദം കിട്ടിയത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ശബരിമല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് MLA-യുടെ മുറിവാടക വിവാദമെന്നും N. ഹരി കുറ്റപ്പെടുത്തി. അപ്പൊ ഈ SITയുടെ അന്വേഷണം മാത്രമല്ല, മറ്റ് SITയുടെ അന്വേഷണം ഞാൻ തീരാൻ പോവുക. അടിയന്തരമായി അവര് ഇത്തരത്തിൽ ആർക്കൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളത്, ഈ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർ, അവരെയും അടിയന്തരമായി ചോദ്യം ചെയ്യുകയും ഇവർക്കുള്ള ബന്ധം എന്താണ് എന്ന് ഒന്ന് ആ അന്വേഷണ പരിധിയിൽ, അടിയന്തരമായി അന്വേഷണത്തിന്റെ പരിധിയിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാരും എന്താണ് അവര് സോണിയയുമായി അവർ പങ്കുവച്ചത്, എന്ത് രഹസ്യമാണ് പങ്കുവച്ചത്, അല്ലെ എന്തിനാണ് കൊണ്ടുപോയതെന്ന് അറിയാൻ വേണ്ടി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. പ്രതിരോധ രംഗത്തും നിർണായക നേട്ടം ഇന്ത്യ കൈവരിച്ചിരിക്കുകയാണ്. ഒഡീഷ തീരത്തുനിന്ന് 2 പ്രളയ മിസൈലുകൾ വിജയകരമായി DRDO പരീക്ഷിച്ചിരിക്കുന്നു. ഈ 2 പ്രളയ മിസൈലുകളും ഒരേ വിക്ഷേപണിയിൽ നിന്നും തുടർച്ചയായിട്ടാണ് വിക്ഷേപിച്ചായിരുന്നു ആ ഒരു പരീക്ഷണം നടത്തിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പിന്നണിയിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിച്ചു. +1, +2, +3 and counting up. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോളിഡ് പ്രൊപ്പലന്റ് ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. അത്യാധുനിക ഗൈഡൻസ് നാവിഗേഷൻ സംവിധാനങ്ങൾ ഇതിലുണ്ട്. വിവിധ തരം പോർമുനകൾ വഹിക്കാനും വ്യത്യസ്ത തരം ലക്ഷ്യങ്ങളെ തകർക്കാനും ശേഷിയുണ്ട്. ആവശ്യമെങ്കിൽ ആണവ പോർമുനയും ഘടിപ്പിക്കാനാകും. 1000 കിലോഗ്രാം വരെയുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാനാകും. 150 മുതൽ 500 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇവയ്ക്ക് ചെന്ന് പതിച്ച് സ്ഫോടനം ഉണ്ടാക്കാൻ സാധിക്കും. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന അർദ്ധ ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ, ഇമാറാത്ത് DRDO ലബോറട്ടറികൾ, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, മറ്റ് ഇന്ത്യൻ വ്യവസായ പങ്കാളികൾ എന്നിവരുമായി സഹകരിച്ചാണ് പ്രളയ് മിസൈൽ വികസിപ്പിച്ചെടുത്തത്. സേനയുടെ ഭാഗമാക്കുന്നതിന് മുന്നോടിയായുള്ള പരീക്ഷണ വിക്ഷേപണമാണ് നടന്നത്. മിസൈൽ സംവിധാനം സൈന്യത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയായിരുന്നു പ്രാഥമിക ലക്ഷ്യം. പരീക്ഷണത്തിൽ 2 മിസൈലുകളും മുൻകൂട്ടി നിശ്ചയിച്ച പാത പിന്തുടരുകയും എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുകയും ചെയ്തു. പരീക്ഷണങ്ങൾക്ക് മുതിർന്ന DRDO ശാസ്ത്രജ്ഞർ, ഇന്ത്യൻ വ്യോമസേനയുടെയും ഇന്ത്യൻ സൈന്യത്തിന്റെയും പ്രതിനിധികൾ, വ്യവസായ ഉദ്യോഗസ്ഥർ എന്നിവർ സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
തലസ്ഥാനത്തെ ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട മേയർ മന്ത്രി തർക്കം മുറുകുകയാണ്. ഈ ബസ്സുകൾ കോർപ്പറേഷൻ്റെതല്ല എന്ന മറുപടിയുമായി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇന്ന് രംഗത്തെത്തി. ബസ്സുകൾക്ക് കേന്ദ്രം നൽകിയത് 500 കോടിയാണ്. 60% വിഹിതവും സംസ്ഥാനത്തിൻ്റെതാണ്. അറ്റകുറ്റപ്പണി നടത്തുന്നത് KSRTC ആണ്. ബസ് ഒതുക്കുന്നത് KSRTC ഡിപ്പോകളിലാണ്. ഇതൊക്കെയാണ് മന്ത്രിയുടെ വാദം. പക്ഷേ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിനകം ഇതെല്ലാം തിരികെ നൽകുമെന്നും KSRTCയുടെ സ്ഥലത്ത് വണ്ടിയിടാൻ അനുവദിക്കില്ല എന്നും മന്ത്രി ഗണേഷ് കുമാർ ഇന്നിപ്പോൾ പറഞ്ഞു. ഈ ബസ്സിൽ കരാർ ലംഘനമുണ്ട്. ബസ് ഇടാൻ കോർപ്പറേഷന് വേറെ സ്ഥലമുണ്ടെന്നും തൽക്കാലം വാശി കാണിക്കാനില്ല എന്നുമാണ് മന്ത്രിക്ക് മേയറുടെ മറുപടി. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കോർപ്പറേഷൻ KSRTCക്ക് നൽകിയ 113 ഇലക്ട്രിക് ബസ്സുകളെ ചൊല്ലിയാണ് ഗതാഗത മന്ത്രിയും മേയറും തമ്മിൽ തർക്കം ഉടലെടുക്കുന്നത്. ബസ്സുകൾ നഗരത്തിൽ തന്നെ സർവീസ് നടത്തിയാൽ മതിയെന്ന മേയർ VV രാജേഷിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകിയ ഗതാഗത മന്ത്രി കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിനകം 113 ബസ്സുകളും തിരികെ നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ വണ്ടിയിടാൻ KSRTCയുടെ സ്ഥലം അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ഇലക്ട്രിക് ബസ്സുകൾ പൂർണ്ണമായും കേന്ദ്ര പദ്ധതിയല്ലെന്നും 60% പദ്ധതി വിഹിതവും സംസ്ഥാനമാണ് വഹിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. മേയറെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും കരാർ വ്യവസ്ഥകൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഈ എഗ്രിമെന്റിൽ കോർപ്പറേഷൻ, ഗവൺമെന്റ്, സ്മാർട്ട് സിറ്റി, കോർപ്പറേഷൻ ആൻഡ് സ്വിഫ്റ്റ്, ഈ 3 കമ്പനികൾ തമ്മിലാണ് എഗ്രിമെൻ്റ് ഉള്ളത്. ഈ എഗ്രിമെൻറ്റിലെ ഒരു ക്ലോസിൽ പറയുന്നു ഇതിനൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. വണ്ടികൾ ഓടുന്നത് എങ്ങനെയാണ്, നന്നായി ഓടുന്നുണ്ടോ, എവിടെയാണ് ഓടുന്നതെന്നെല്ലാം കാണിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി. ആ അഡ്വൈസറി കമ്മിറ്റിയെ മേയർ ചെയർ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിനകത്ത് ഈ വണ്ടികളുടെ മെയിൻ്റനൻസ് മുഴുവൻ KSRTC ആണ്. ഇതിന് ഡ്രൈവർ, കണ്ടക്ടർ, ടിക്കറ്റ് മെഷീൻ, സർവ്വ സാധനങ്ങളും KSRTC ആണ്. എന്നാൽ കരാർ വ്യവസ്ഥകളിൽ ലംഘനമുണ്ടെന്നും റൂട്ട് നിശ്ചയിക്കുന്നത് പോലും വ്യവസ്ഥകൾ പാലിച്ചല്ല എന്നും ആവർത്തിച്ച് മേയർ രംഗത്തു വന്നു. KSRTCയുടെ ലംഘനത്തെക്കുറിച്ച് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ മുമ്പ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പും VV രാജേഷ് ഉയർത്തിക്കാട്ടി. കോർപ്പറേഷന് വണ്ടിയിടാൻ വേറെ സ്ഥലമുണ്ടെന്നും തൽക്കാലം പിടിവാശിക്കൊന്നുമില്ല എന്നും മേയർ മന്ത്രിക്ക് മറുപടി നൽകി. ബസ്സുകൾ KSRTC സ്റ്റാൻഡിൽ തന്നെ ഞങ്ങൾ കിടക്കുള്ളൂ. ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല. കോർപ്പറേഷൻ ഇഷ്ടംപോലെ സ്ഥലം വേക്കൻറ്റ് ലാൻഡുണ്ട്. അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ 100 or 1000 ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല. കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റതിന് പിന്നാലെ വിവിധ വിഷയങ്ങളിൽ സർക്കാരുമായുള്ള കൊമ്പുകോർക്കൽ തുടരുമെന്ന് തന്നെയാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഗുരുതരമായ ഒരു ചികിത്സാ പിഴവിൻ്റെ വാർത്തയിലേക്കാണ് വീണ്ടും നമ്മൾ വരുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് സംഭവിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ് മുറിവിൽ തുന്നലിട്ട് നീർക്കുന്നം സ്വദേശിയ യുവാവിൻ്റെ കാലിൽ നിന്ന് 4 മാസത്തിന് ശേഷം പുറത്തെടുത്തത് കുപ്പിച്ചില്ലിൻ്റെ അവശിഷ്ടം. അതും ഏതാണ്ട് ഒരു 4 സെൻറ്റിമീറ്ററോളം നീളമുള്ള ഒരു കുപ്പിച്ചില്ലിൻ്റെ അവശിഷ്ടം. നീർക്കുന്നം സ്വദേശിയായ അനന്തു ജൂലൈ 17-നാണ് വളഞ്ഞ വഴിയിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത്. അനന്തു സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കാലിന് മുറിവേറ്റ് വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തിയ അനന്തുവിനെ മുറിവ് തുന്നിച്ചേർത്ത് പ്ലാസ്റ്റർ ഇട്ട ശേഷം ജൂലൈ 20-നാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷം തുന്നലെടുത്ത് വീണ്ടും കാലിൽ പ്ലാസ്റ്റർ ഇട്ട ശേഷം വിട്ടയക്കുകയായിരുന്നു. പ്ലാസ്റ്റർ ഇട്ടേക്കായിരുന്നു കാലിന്, സ്റ്റിച്ച് ചെയ്തിട്ട് കാല് മടങ്ങാതിരിക്കാൻ വേണ്ടി. അങ്ങനെ സ്റ്റിച്ചൊക്കെ എടുത്തു കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വിട്ടൊരു മുഴ പോലെ ഉണ്ടായിരുന്നു കാലിൻ്റെ താഴത്ത്, മുട്ടിന് താഴത്ത്. അങ്ങനെ ഞങ്ങൾ ഓർത്തത് വല്ല എന്താണ് ഈ അസ്ഥി എന്തെങ്കിലും ചാടി നിൽക്കുന്നതായിട്ടാണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളൊന്ന് അങ്ങനെ ഓർത്ത് നിന്നത്. സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാൻഡേജ് ചുറ്റാൻ പറഞ്ഞു. അപ്പോൾ ചെന്ന് ചോദിച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. കാലിൽ അസാധാരണമായ നിലയിൽ ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡോക്ടർമാരോട് സംശയം പറഞ്ഞെങ്കിലും മുറിവിനുള്ളിൽ യാതൊന്നും ഇല്ല എന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ കണ്ടെത്തൽ. കാല് കണ്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ എനിക്ക് തോന്നി എന്തോ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറിനകത്ത് എന്തോ ഇരിക്കുന്നതാണൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. ചില്ലിൻ്റെ അംശമാണോ അതോ ടാറാണോ, അന്ന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ വല്ലതും ഇരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ അതൊന്നും അല്ല, നമ്മൾ പഴുക്കാനുള്ള മരുന്ന് വെച്ചല്ലോ, അതുകൊണ്ട് അതിനകത്തുനിന്ന് ചവ് വരുന്നതാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് പിന്നെ നോക്കാം, ഇപ്പോൾ ഷുഗർ കൂടുതലാണ്, മെഡിസിനിലൊന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ മെഡിസിനിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉച്ചയായപ്പോഴും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഒരു 7 മണിയായപ്പോൾ വേറൊരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് അല്ല, ഇതിൽ റിസൾട്ടിൽ എന്തോ ആസിഡിൻ്റെ അംശമുണ്ട്, പെട്ടെന്ന് തന്നെ ICU വേണം, അപ്പോൾ ഇവിടെ ബെഡില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ്. അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. വേദനയ്ക്കുള്ള മരുന്ന് നൽകിയതിനെ തുടർന്ന് 4 മാസത്തിന് ശേഷം ഈ മാസം 22-നാണ് അനന്തുവിനെ വീണ്ടും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ICUവിൽ പ്രവേശിപ്പിക്കണമെന്നും ICU ബെഡ് ഒഴിവില്ലാത്തതിനാൽ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നുമുള്ള അറിയിപ്പാണ് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിച്ചത്. ഇതിനെ തുടർന്ന് വാടക്കയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് മുറിവിനുള്ളിൽ നിന്നും ചില്ലിന്റെ അവശിഷ്ടം കണ്ടെത്തിയത്. ഏകദേശം 4 സെന്റിമീറ്റർ നീളം വരുന്ന ചില്ല് കഷ്ണമാണ് അപകടം നടന്ന് 4 മാസത്തിന് ശേഷം മുറിവിൽ നിന്ന് പുറത്തെടുത്തത്. ഒരു കുടുംബത്തിന്റെ ഏക
ഏക ആശ്രയമായ ഒരു യുവാവിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെതിരെ അനന്തുവിന്റെ കുടുംബം പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ.